അപ്പം നമ്മൾ ഇതുവരെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി, നമ്മളെ റേഞ്ചും ടോട്ടൽ ഡീവിയേഷനും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി ലാസ്റ്റ് ഈ നമുക്ക് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് തരുന്നതെങ്കിൽ നമുക്ക് റേഞ്ചും ടോട്ടൽ ഡീവിയേഷനും എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ. ഇവിടെ ഹയസ്റ്റ് വാല്യൂ 100 ആണ്, ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? 100 എന്നാണ്. സോ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ റേഞ്ച് ഹയസ്റ്റ് ലോവസ്റ്റ് വാല്യൂ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് ഒറിജിനൽ ഡേറ്റ എന്താണെന്ന് അറിയത്തില്ല. ഈ 90 to 100 ചിലപ്പോൾ നമുക്ക് ഒറിജിനൽ ഡേറ്റയിൽ എന്തായിരിക്കും 80 അല്ലെങ്കിൽ 99 കാണത്തുള്ളൂ, അല്ലെങ്കിൽ 95 കാണുള്ളൂ. ഇവിടെ ഒറിജിനൽ ഡേറ്റയിൽ ചിലപ്പോൾ 5 ആയിരിക്കും. സോ ആ റേഞ്ച് ആക്യുറേറ്റ് ആകണമെന്നൊന്നും ഇല്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് ടോട്ടൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇറ്റ്സ് ഇക്വലൻറ്റ് ടു മീഡിയൻ. മീഡിയന് ഇക്വലൻ്റ് ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ചെയ്യുന്ന രീതി സെയിം ആണെന്നുള്ളത്. നമുക്ക് ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാം. 5, 8, 14, 17, 24, 30, 33, 30, 35, 41, 48. അത് തന്നെയായിരിക്കും നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസിയും വരുന്നത്. ദാറ്റ് മീൻസ് യുവർ n വാല്യൂ ഈസ് ഈക്വൽ ടു 48. n വാല്യൂ 48. ഇനി ഞാൻ പറഞ്ഞു, നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞായിരുന്നു നമുക്ക് ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 കണ്ടുപിടിക്കണമെങ്കിൽ എപ്പോഴും ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താ? n/4, which is 48/4, which is equal to 12. അങ്ങനെയാണെങ്കിൽ 12 വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ഇതാണ് 12 ഇൻക്ലൂഡ് ചെയ്യുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സോ അപ്പം നമുക്ക് Q1 കണ്ടുപിടിക്കാനുള്ള ക്ലാസ് ഏതാ? ഈ ക്ലാസ്സാണ്. നമ്മൾ മീഡിയൻ ചെയ്തപ്പോൾ മീഡിയൻ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്തപോലെ ഇവിടെ Q1 കണ്ടുപിടിക്കാനുള്ള ക്ലാസ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ മീഡിയൻ്റെ അതേ ഫോർമുല ഒന്ന് റീകോൾ ചെയ്യുക. അതാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. മീഡിയൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ L+n/2 മൈനസ് ക്യാപിറ്റൽ F/f ഇൻറ്റു I എന്നുള്ളതാണ്. അതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ ഫോർമുലയിൽ വരുന്നുള്ളൂ. L വരെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് L1 പ്ലസ് അവിടെ n/2 എടുത്തത് മീഡിയൻ ആയതുകൊണ്ടാണ്, മിഡിൽ വാല്യൂ ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അതിന് പകരം എന്തായിരിക്കും? n/4 എന്നായിരിക്കും. മൈനസ് ക്യാപിറ്റൽ F എന്നുള്ളത് F1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതെല്ലാം തിരിച്ചറിയാനുള്ള വ്യത്യാസത്തിൽ മാത്രമാണ്. ഇൻറ്റു I1 എന്നൊന്നും കൊടുക്കണ്ട, കാരണം I എല്ലായിടും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലായിടും എപ്പോഴും എന്ന് വെച്ചാൽ ആ ഡിസ്ട്രിബ്യൂഷന് സെയിം ആയിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ 0 to 10 ആയതുകൊണ്ട് ഇപ്പോൾ 0 to 50 ആണെങ്കിൽ I 50 ആയിരിക്കും. രണ്ടിടത്ത് സെയിം ആയിരിക്കും എന്നുള്ളതാണ് ക്വാർട്ടൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് നൊട്ടേഷൻ ഡിനോട്ട് ചെയ്യുന്നതെല്ലാം സെയിം തന്നെയാണ്. L എന്തായിരുന്നു? മീഡിയനിൽ ലോവർ ലിമിറ്റ്. ഇവിടെ ലോവർ ലിമിറ്റ് ഓഫ് ഈ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 20 ആണ്. 20 പ്ലസ് n/4 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 12 മൈനസ് F എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ F എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അബൌട്ട് ദാറ്റ് ക്ലാസ് എന്നുള്ളതായിരുന്നു. മീഡിയൻ ക്ലാസ് എന്നായിരുന്നു. ഇവിടെ അബൌട്ട് ദിസ് ക്ലാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ക്ലാസ്സിന് മുകളിലുള്ളത്. അപ്പം -8 ഡിവൈഡഡ് ബൈ F1 എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 6 ആണ് ആ ക്ലാസ്സിൻ്റെ മീഡിയൻ ക്ലാസ്. ഇപ്പം ഈ ക്ലാസ് 6 ഇൻറ്റു 10. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എന്താ കിട്ടുന്നത്? 20 പ്ലസ് 4/6 ഇൻറ്റു 10. 2 2s 2 3s. അവിടെ പറഞ്ഞ അതേ ഒരു കാര്യം ഇവിടെയും ബാധകമാണ്. 20 പ്ലസ് ഇത്രയും ചെയ്ത് തീർന്നിട്ടേ എന്ത് ചെയ്യുള്ളൂ? 20 ആയിട്ട് ആഡ് ചെയ്യുള്ളൂ. 20 പ്ലസ് 2 20/3 കിട്ടും. വിച്ച് ഇസ് 20 പ്ലസ് 6.67 കിട്ടും. അപ്പോൾ 26.67 ഫസ്റ്റ് ക്വാർട്ടൈൽ കിട്ടും. ഇനി അടുത്തത് നമുക്ക് തേർഡ് ക്വാർട്ടൈൽ Q3 കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? 3n/4 കണ്ടുപിടിക്കണം. അപ്പം ഓൾറെഡി പറഞ്ഞായിരുന്നു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ n/4 ഓൾറെഡി കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. 36 എന്ന് കിട്ടുമ്പോഴത്തേക്കും 36 ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ ഏത് ക്ലാസ് ആണെന്ന് നോക്കാം. 35 വരെ ഇവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ 36 ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ്
ഇതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, Q3ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ആ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസമാണ് വരുന്നത്. Q3 is equal to L3 plus 3n/4 മൈനസ് F3. അത് ആ 3 Q3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. അത് ഡിനോട്ട് ചെയ്യുന്ന എല്ലാം ഒന്നാണ്. അപ്പം L3 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദാറ്റ് ക്ലാസ്. അപ്പോൾ എത്രയായിരിക്കും, 80 പ്ലസ് 3n/4 നമുക്ക് എത്ര കിട്ടിയത്, 36 മൈനസ് F3 35. അതിന് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബൈ ഫ്രീക്വൻസി 6 ഇൻറ്റു 10. എന്ത് കിട്ടും, 80 പ്ലസ് 1 ഇൻറ്റു 10 ബൈ 6, 2 5s 2 3s. അപ്പം എന്താ കിട്ടുന്നത്, 80 പ്ലസ് 5/3 which is equal to 80 plus 1.67 which is equal to 81.67. അപ്പം നമുക്ക് Q1 കിട്ടി, Q3 കിട്ടി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ട, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q3 മൈനസ് Q1/2 എന്നാണ് ഇങ്ങോട്ട് എഴുതാം, ഈക്വൽ ടു 81.67 മൈനസ് 26.67 ഡിവൈഡ് ബൈ 2. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 55 എന്നുള്ളതാണ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 27.5. അപ്പോൾ നമ്മുടെ ക്വാർട്ടൈൽ ഡിവിഷൻ കിട്ടി 27.5 എന്ന് കിട്ടി. ഇതൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ മീഡിയൻ പഠിച്ചു കഴിഞ്ഞാൽ ആകെ ഓർക്കേണ്ട ആ ഒരു ഡിഫറൻസ് എന്നാണ് Q1 n/4 എന്നുള്ളത്. അപ്പോൾ ഫോർമുലയിൽ n/4, ബാക്കിയെല്ലാം ആ Q1 എന്നുള്ളതിൻ്റെ വെച്ചാണ് 1 കൊടുത്തു പോകുന്നത്. അതേപോലെ Q3ക്ക് 3n/4 എന്നുള്ള ചേഞ്ചാണ് വരുന്നത്. പിന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇത് വലിയ കാൽക്കുലേഷൻസ് വരുന്നില്ല, അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇത് ചെയ്തിട്ടേ ഇൻറ്റു 10 ചെയ്യാവുള്ളൂ, അതുപോലെ ഇത്രയും ചെയ്തിട്ടേ ഇങ്ങോട്ട് ആഡ് ചെയ്യാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ചോദിച്ചാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.